തിളക്കമുള്ള വിജയം സമ്മാനിച്ച കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ സമ്മതിദായകരോടും അതിനായി അഹോരാത്രം പ്രയത്നിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും നേതാക്കളോടുമുള്ള അഗൈതവുമായ നന്ദിയും ചാരിതാർത്ഥ്യവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും ഏൽപ്പിച്ച ചുമതലയും 100% ഉത്തരവാദബോധത്തോടുകൂടി തുടർന്നും പ്രാവർത്തികമാക്കുമെന്നുള്ള സന്ദേശമാണല്ലെങ്കിൽ മറുപടിയാണ് ബഹുമാന്യരായിട്ടുള്ള സമ്മതിദായകർക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും ജനങ്ങളോടും ഈ അവസരത്തിൽ നൽകാനുള്ളത്. തിളക്കമുള്ള വിജയമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചത്. അതിൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ നിലയിലുള്ള അപവാദ പ്രചാരവേലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് CPM തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങിയത്. ഞങ്ങൾ പൂർണ്ണമായും കൊല്ലത്തെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പരിശ്രമിച്ചപ്പോൾ ഒരു മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട എന്ന നിലയിൽ UDF മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ തികച്ചും വർഗീയ സാമുദായിക പ്രചരണത്തിലൂടെയും അപവാദ പ്രചരണത്തിലൂടെയും തെരഞ്ഞെടുപ്പിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമായിരുന്നു CPM തുടക്കത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ CPM നടത്തിയ പ്രചരണം അതായിരുന്നു. ആ അപവാദ പ്രചരണങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യവും 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയെ അതിന്റെ പ്രതിനിധിയായി മത്സരിച്ച് എന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അതിലുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ആവർത്തിച്ച് ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ടുകളെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചരണം നടത്തി ആ സമൂഹത്തിലും ന്യൂനപക്ഷ സമൂഹത്തിലും ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്താമെന്നുള്ളതായിരുന്നു പരിശ്രമം. 2019 തെരഞ്ഞെടുപ്പിലും പറഞ്ഞു ഞാൻ ജയിച്ചാൽ BJPയിൽ പോകും. 2024 തെരഞ്ഞെടുപ്പിലും വീണ്ടും അതേ ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നു. അതിനായി ഉപബോധബലകമായി നടത്തിയ മുഴുവൻ അപവാദ പ്രചരണങ്ങളെയും മതേതര ജനാധിപത്യ ബോധമുള്ള മതന്യൂനപക്ഷ സമൂഹവും ഭൂരിപക്ഷ സമൂഹവും ഒന്നാകെ ആ അപവാദ പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യവും ഈ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ കെട്ടഴിച്ചുവിട്ട കൊടുങ്കാറ്റിനെ പോലെ കെട്ടഴിച്ചുവിട്ട അപവാദ പ്രചരണങ്ങളെ ആകെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യവും മതേതര ജനാധിപത്യ ബോധമുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ പ്രാവശ്യവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് നൽകി വിജയിപ്പിച്ചത് എന്നാണ് എന്റെ വിശ്വാസം.